ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച വചനം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദിമ സഭയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ച ഒരു സഭയായിരുന്നു ഫിലിപ്പിയ സഭ. പട്ടിണിയും പ്രയാസവും ദാരിദ്ര്യവും കണ്ണുനീരും ഒരുപാട് ദുരിതങ്ങൾ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഈ വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ വന്നത് നിമിത്തം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ തന്നെ അവരൊക്കെ ഒരു ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന ഉപദേശങ്ങൾ കേട്ട ഒരു സഭയായിരുന്നു ഫിലിപ്പിയ സഭ. പൗലോസ് അപ്പോസ്തലൻ ആ സഭയെക്കുറിച്ച് വലിയൊരു പ്രശംസയുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ കണ്ണുനീരും പ്രയാസങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് തനിക്ക് ഒരു പക്ഷെങ്കിൽ സാമ്പത്തികമായി അവരെ സഹായിക്കുവാൻ തനിക്ക് പ്രാപ്തിയില്ലായിരുന്നു എങ്കിലും ഇവരുടെ വിഷയത്തെ വെച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെയധികം ദൈവത്തോട് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. കണ്ണുനീരോടെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി താൻ ദൈവസന്നിധിയിൽ വളരെയധികം പ്രാർത്ഥിച്ചു പോയിരുന്നു. അങ്ങനെ അവരോട് അറിയിക്കുവാൻ ഒരു ലേഖനം എഴുതുമ്പോൾ അവർക്ക് പ്രത്യാശ ഉണ്ടാക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ഒരു പ്രവചനാത്മകമായ ഒരു വാക്കാണ്: നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തീർത്തു തരുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ട്. അതേ അധ്യായത്തിൻ്റെ അവസാനത്തിൽ താൻ എഴുതി നിർത്തുന്നതായ ഒരു വാചനം: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ അല്പം പോലും ക്ഷയം, തോൽവി, പരാജയം ആരിൽ ഉണ്ടാകാതിരിക്കുന്നുവോ അവരിൽ കൃപ പെരുകും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഈ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരോട് പൗലോസ് തൻ്റെ അനുഭവത്തിൽ കൂടെ പല കാര്യങ്ങളും പറഞ്ഞു. എങ്ങനെ കഷ്ടതയെ ജയിക്കാം, ഈ ദാരിദ്ര്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം, ഈ കണ്ണുനീരിനെ എങ്ങനെ മറികടക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ താൻ പറയാണ്: ഒടുവിൽ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പേ. അതിനുശേഷം പൗലോസ് പറയുകയാണ്: നിങ്ങളോട് കഷ്ടമനുഭവിക്കുന്ന, കണ്ണുനീരനുഭവിക്കുന്ന നിങ്ങളോട് ഇങ്ങനെ സന്തോഷിപ്പീൻ എന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് എഴുതി അറിയിക്കുന്നതിൽ എനിക്ക് അല്പം പോലും മടുപ്പില്ല. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ വളരെയധികം ആപരാധികൾ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഷ്ടതയുടെ പട്ടികകൾ ഓരോന്ന് വിവരിച്ച് പറയുന്ന ഒരു കൂട്ടം വിശ്വാസിഗണത്തിൻ്റെ, അവിശ്വാസഗണത്തിൻ്റെ, ലോകമനുഷ്യരുടെ മുൻപിൽ എങ്ങനെ ജീവിക്കാമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വലിയൊരു അനുഭവം പങ്കിടുകയാണ്. താൻ ഫിലിപ്പിയ സഭയോട് പറയുന്നു: എനിക്ക് വിശന്നിരിപ്പാനും അലംഭാവത്തോടിരിപ്പാനും എനിക്കറിയാം. അങ്ങനെ ക്രിസ്തുയേശുവിൽ ഞാൻ സകലത്തിനും മതിയാകുന്നു. അവൻ നടത്തുന്ന പാതയിൽ സന്തോഷമുള്ളവനായത് അംഗീകരിച്ചും കൊണ്ട് അതിനെ ഉൾക്കൊണ്ടും കൊണ്ട് പോകുന്നതായ ഒരു യാത്ര. ആ യാത്രയിൽ സകല സാഹചര്യങ്ങളെയും നേരിടുവാൻ എനിക്ക് വലിയൊരു അമിത ബലം എന്നെ അതിന് മതിയായവനാക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവം തരുന്ന ഒരു ആലോചന: നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവത്തിലുള്ള ആശ്രയം നമ്മെ പ്രത്യാശയുള്ളവരാക്കും. അക്ഷയമായി ദൈവത്തെ സ്നേഹിപ്പാൻ നമുക്ക് വലിയൊരു കൃപ തരും. ആ കൃപ നമ്മെ സകല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള
അല്ലെങ്കിൽ ഏത് കണ്ണുനീരിനെയും മറികടക്കുവാനുള്ള ഒരു ധൈര്യവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ തരും. ആവലാതി പറയുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിടുതൽ കാണുകയില്ല. യോനയുടെ അനുഭവത്തിലേക്ക് ഒന്ന് വന്നാൽ, യോന നല്ല മനുഷ്യനാണ്, ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ്, പ്രവാചകനാണ്, ദൈവത്തിൻ്റെ ആലോചനകളെ അവരോടായിപ്പോയി പറയുന്നവനാണ്. കാര്യമൊക്കെ ശരിയാണെങ്കിലും എല്ലാ കാര്യത്തിലും താൻ പരാതിപ്പെടുന്നതായ ഒരു മനുഷ്യൻ. പരാതിയാണ്, ആവലാതിയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ താൻ ആവലാതി പറയും. ഒരിക്കൽ തന്നെ നിനവയിലേക്ക് അയച്ച സംഭവത്തെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ ഒരു കടലിൻ്റെ കരയിൽ താൻ ആയിരുന്നപ്പോൾ പെട്ടെന്ന് തനിക്ക് ആശ്വാസത്തിന് വേണ്ടി ഒരു ആവണക്കിനെ കൊടുത്തു. ആവണക്കിനെ താൻ വളരെയധികം പുകഴ്ത്തി. ആ ആവണക്ക് ലഭിച്ചപ്പോൾ താൻ വളരെയധികം പാടി സന്തോഷിച്ചു. അതിൻ്റെ ചുവട്ടിൽ വെച്ച് താൻ അങ്ങ് പാട്ടുപാടി വചനം വായിച്ചു. ദൈവം ഇങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തതിൽ താനങ്ങ് പ്രശംസിക്കുകയാണ് ദൈവത്തെ. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ അവൻ്റെ പ്രശംസ എവിടം വരെ എന്ന് കാണുന്നതിന് വേണ്ടി ദൈവം ഒരു പുഴുവിനെ അയച്ച് ആവണത്തിനെ കൊത്തിച്ചു കളഞ്ഞു. അത് ചത്തുപോയി. ഉടനെ പെട്ടെന്ന് അവൻ്റെ സ്വരം മാറ്റി ദൈവത്തോട് വളരെ കയ്പോടെ സംസാരിച്ചു. അതിൻ്റെ അർത്ഥം, നമുക്ക് നന്മയുണ്ടാകുമ്പോൾ സ്തുതിക്കുകയും തിന്മയുണ്ടാകുമ്പോൾ ദൈവത്തെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് വിശന്നിരിപ്പാനും അലംഭാവത്തോടിരിപ്പാനും താഴ്ചയിലായിരിക്കാനും മാനത്തോടിരിപ്പാനും ഒക്കെ എനിക്കറിയാം. ഞാനതിനെ അഭ്യസിച്ചിട്ടുണ്ട്. ഞാനതിനെ അഭ്യസിച്ചിരിക്കുന്നതിനാൽ അതെൻ്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് തോന്നി ഞാനതൊരു അഭ്യസനമായി ഏറ്റെടുത്തതിനാൽ ഏത് സാഹചര്യത്തെയും മറികടക്കുവാൻ എന്നെ മതിയായവനാക്കുന്നു. ദൈവം നോക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെയാണ്. ഏത് സാഹചര്യത്തിലും നിനക്ക് സന്തോഷിപ്പാൻ കഴിവുണ്ടെങ്കിൽ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ദൈവം നോക്കിക്കണ്ട് തൻ്റെ ധനത്തിനൊത്തവണ്ണം തക്ക സമയത്ത് നിനക്ക് ഏകുന്ന രീതിയിൽ, നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ കുടുംബത്തിനും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ ദൈവം അതിനെ പൂർണ്ണമാക്കി തരും, അതിനെ സാധിപ്പിച്ചു തരും. ഇല്ലായെങ്കിൽ ദൈവം അതിനെ സഹിക്കുവാനുള്ള കൃപ തരും. യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ താൻ അവിടെ വേറൊരു കാര്യം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവം ദോഷങ്ങളാൽ മനുഷ്യരെ ആരെയും പരീക്ഷിക്കുന്നില്ല. എന്നാൽ വേറൊരു വാക്യത്തിൽ താൻ എഴുതുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം കാണുന്നതായ കഷ്ടതകളെല്ലാം ശത്രുവോ പിശാചോ സാത്താനോ യക്ഷിയോ അല്ലെങ്കിൽ ദുർഭൂതങ്ങളോ കൊണ്ടുവരുന്ന പരീക്ഷകളൊന്നുമല്ല. നമുക്കുള്ളതുപോലെ തന്നെ ലോകമനുഷ്യർക്കും ഇല്ലായ്മകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്. കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട് നിനക്ക് പട്ടിണി വന്നെന്നും ഇല്ലെങ്കിൽ ദാരിദ്ര്യം വന്നെന്നും നമുക്ക് പറയാൻ കഴിയില്ല. കർത്താവ് ആരെയും പട്ടിണി കൊടുത്ത് പരീക്ഷിക്കുന്നില്ല. കർത്താവ് ആരെയും ദാരിദ്ര്യം കൊടുത്ത് ഭക്ഷിക്കുന്നില്ല എന്ന് അങ്ങനെ പരീക്ഷിക്കുന്നില്ല. എന്നാൽ നാം ജീവിക്കുന്ന ലോകത്തിലെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ മറ്റുള്ളവരെ അനുഭവിക്കുന്നത് പോലെയുള്ളതായ കഷ്ടതകളിൽ കൂടെയൊക്കെയും ദൈവം നമ്മയും കടത്തിവിടും. ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യേക അലവൻസുകളൊന്നുമില്ല. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തുന്ന ഒരു ദൈവത്തിൽ നമുക്ക് ആശ്രയമുള്ളത് കൊണ്ട് അതിനുവേണ്ടി സഹിച്ചു നിൽക്കുവാനുള്ള ഒരു കൃപ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ആ ഒരു പരീക്ഷാ ഘട്ടത്തെ സഹിക്കുവാനുള്ളതായ അമിതമായ കൃപ. ക്രിസ്തുവിൽ ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുമ്പോൾ വിശന്നിരിക്കാനും എനിക്ക് കൃപയുണ്ട്, കരുണയുണ്ട്. ഇല്ലായ്മയിലിരിക്കാനും എനിക്ക് കൃപയുണ്ട്. അതിലൊക്കെയും സന്തോഷിക്കുവാൻ എനിക്ക് ദൈവം ഒരു പ്രത്യാശയുടെ ഒരാത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരാണ് ലോകത്തിൽ വലിയവർ. ഇങ്ങനെയുള്ള മനുഷ്യരിൽ കൂടെയാണ് ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ആരാധനയിലാണ് ദൈവം പ്രസാദിച്ച് അവരെ വിശുദ്ധന്മാരാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ
നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്. നമ്മുടെ മനസ്സിനേക്കാൾ കൂടുതൽ തളർത്തിക്കളയുന്നത് നമ്മുടെ ശരീരത്തെയാണ്. ആ മനസ്സിനെ കുറച്ചുകൂടെ പിടിച്ചു ബന്ധിക്കാൻ ബലമുണ്ടെങ്കിൽ ശരീരം പെട്ടെന്ന് തളർന്നു പോകും. ശരീരത്തിൽ പെട്ടെന്ന് അനുഭവപ്പെടും. മറ്റുള്ളവർ നോക്കുമ്പോൾ വാടിയ മുഖം, കണ്ണുനീരൊഴുക്കുന്ന മുഖം ഒക്കെ കാണും. എന്നാൽ പൗലോസ് റോമാസഭയോട് പറയുന്നത്, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ സ്തുതി, സ്തോത്രം, നിങ്ങളുടെ ദൈവത്തോടുള്ളതായ ബന്ധമൊക്കെയും ബുദ്ധിയുള്ളതായിരിക്കണം. അതെന്തിനാ ബുദ്ധി? അങ്ങനെ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ആരാധിക്കാൻ കഴിയുമോ? ബുദ്ധിയുള്ളവരെ മാത്രമേ ദൈവത്തിന് നടത്താൻ കഴിയത്തുള്ളൂ. ബുദ്ധിയില്ലാത്തവർ അവർ ഭോഷത്വം സംസാരിക്കും, ഭോഷത്വം ചിന്തിക്കും. യോന സംസാരിച്ചതുപോലെ, യോന ചിന്തിച്ചതുപോലെ ദൈവത്തോട് മുറുമുറുക്കുന്നവനായി മത്സരിക്കുന്നവനായി തീരും. എന്നാൽ ബുദ്ധിയുള്ളവനോ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ലോകത്തിലെ ബുദ്ധിയല്ല, ദൈവിക ബുദ്ധി, ദൈവിക ജ്ഞാനം, ആ ജ്ഞാനം അവനിൽ കടങ്ങുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരുന്നൊരു സർവവല്ലഭനായ ദൈവത്തിനുള്ള ഒരു ആശ്രയം അവന്റെ ജീവിതത്തെ അവരെ കീഴ്പ്പെടുത്തുന്നതായി അവന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മൾ വളരെയധികം ബുദ്ധി ആവശ്യപ്പെടുന്നില്ലേ? ദൈവത്തോട് ബുദ്ധി ആവശ്യപ്പെടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വർഷം നടക്കുന്ന പരീക്ഷ കഴിഞ്ഞ വർഷത്തേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രയാസമേറിയ പാഠ്യപദ്ധതി, കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രയാസമേറിയ നിയമവശങ്ങൾ, ഇതിനെയെല്ലാം അതിജീവിക്കുവാനും അല്ലെങ്കിൽ ഒരു നല്ല ഭാവി വരുവാനും നാം ദൈവത്തോട് ബുദ്ധി ചോദിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്, ലോകത്തിലെ നിന്റെ ആവശ്യത്തിനെല്ലാം നിനക്ക് ബുദ്ധി ആവശ്യമാണ്, നീ ബുദ്ധി ചോദിക്കുന്നു, ജ്ഞാനം നിനക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവിക വിഷയമായോ അതിലും നമുക്ക് ബുദ്ധിയുള്ള ആരാധന നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അവിടെയാണ് പ്രസാദകരമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ സന്തോഷിപ്പിക്കാൻ കഴിയുള്ളൂ. പരീക്ഷയിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവരുടെ കണ്ണുനീരിലും ഇല്ലായ്മകളിലുമൊക്കെയും ഇതൊക്കെയും തീർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ളതായ ആഴമേറിയ ബുദ്ധിയുടെ അല്ലെങ്കിൽ ഒരു ബുദ്ധിയുടെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ ആ ബുദ്ധിയിൽ കൂടെ നാം ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ നമുക്ക് വലിയൊരു ഭാഗ്യം ലഭിക്കുന്നു. ഭോഷത്വമല്ല നാം പിന്തുടരുതെന്ന് നമുക്കൊരു ബുദ്ധിയുടെ ജ്ഞാനം ദൈവം നമുക്ക് ആത്മാവിൽ തുറന്നു തരികയാണ്. നമ്മളെ കണ്ട് ലോകത്തിന് വലിയൊരു പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ വരും തലമുറയ്ക്ക് നമ്മളിൽ നിന്ന് അനേക അനുഭവങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പാപത്തോടിരിപ്പാനും വിശന്നിരിപ്പാനും താഴ്ചയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും എനിക്കറിയാം, ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു പാഠ്യമാണ്. നമ്മുടെ കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു അനുഭവമാണ്. ഈ അനുഭവമുള്ളവർ ജീവിതത്തിൽ ഒരിടത്തും തോറ്റു പോകുകയില്ല. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കാണുവാനിടയായിത്തീരും. അവരറിയാത്ത പെരുവഴികൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടതായി കാണുന്നതിനിടയായിത്തീരും. സകലത്തിലും ദൈവത്തെ സ്മരമേൽപ്പിച്ചുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ അവനിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളൊക്കെയും കർത്താവിനെ ഏൽപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു യാത്രയിൽ കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുവാനും ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവരായി എപ്പോഴും സന്തോഷിപ്പാൻ, മടുപ്പില്ലാതെ സന്തോഷിപ്പാൻ നമുക്ക് ദൈവം ധാരാളം കൃപയും പകർന്നു തരുവാൻ അത് കാരണമായി തീരും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ക്രിസ്തുയേശുവിൽ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സന്തോഷത്തിന്റെ അനുഭവം പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും സാധിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.